എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകളുടെ പേപ്പർ വാല്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ഡബിൾ വാല്യുവേഷൻ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ +2 പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾ +2 പരീക്ഷ തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, വിദ്യാർത്ഥികൾക്ക് +2 സേ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നും, അതുപോലെ തന്നെ ഈ ഒരു +2 തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കീം പരീക്ഷ എഴുതുന്ന, അതായത് കീം എന്ന് പറയുമ്പോൾ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, അവർ എഴുതിയത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഡബിൾ വാല്യുവേഷൻ എന്ന് പറയാം. അപ്പോൾ ഡബിൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ +2വിൻ്റെ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയ്ക്കാണ് ഡബിൾ വാല്യുവേഷൻ ഉണ്ടാവുക. +1ൻ്റേത് ഡബിൾ വാല്യുവേഷൻ ഉണ്ടാവില്ല. ഡബിൾ വാല്യുവേഷൻ എന്താണ് എന്നുള്ളത് പറയാം. ഡബിൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസർ ചെയ്തിട്ട് ഒരു ടീച്ചർ പരിശോധിക്കും, അതായത് ആൻസർ ആ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യും. അങ്ങനെ വാല്യുവേഷൻ ചെയ്ത് ഒരു നിശ്ചിത മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എത്ര മാർക്കാണ് എന്നുള്ളത് അത് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം ആദ്യം വാല്യുവേഷൻ ചെയ്ത ആ ഒരു ടീച്ചർ ഇട്ട മാർക്ക് അത് മായ്ച്ച് കളയും. അത് പെൻസിൽ കൊണ്ടാണ് മാർക്ക് ഇടുക. അപ്പോൾ അത് മായ്ച്ച് കളയും. അതിനുശേഷം വീണ്ടും ആ ഒരു പേപ്പർ മറ്റൊരു ടീച്ചർക്ക് വാല്യുവേഷൻ ചെയ്യാനായിട്ട് കൊടുക്കും. അങ്ങനെ ഈ ഒരു വാല്യുവേഷൻ ചെയ്തിട്ട് ആ ഒരു രണ്ടാമത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടീച്ചറും പെൻസിൽ കൊണ്ടാണ് ഈ ഒരു വാല്യുവേഷൻ ചെയ്തിട്ട് മാർക്ക് ഇടുക. അങ്ങനെ അത് ആ ഒരു എത്ര മാർക്കാണ് ഇട്ടത് എന്നുള്ള കാര്യം സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യും. ആ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യുവേഷൻ മാർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത ശേഷം ഈ ഒരു സോഫ്റ്റ്വെയർ ഈ ഒരു പേപ്പർ, അതായത് ഈ ഒരു പേപ്പറിന് 2 ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്ത ശേഷം ഈ ഒരു മാർക്കുകൾ തമ്മിൽ 10% വ്യത്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കും. 10% വ്യത്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവിടെ 10% എന്ന് പറയുമ്പോൾ, അതായത് 60 മാർക്കിലാണ് ഈ ഒരു പരീക്ഷ വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഈ ഒരു 10% എന്ന് പറയുമ്പോൾ 6 മാർക്കിൻ്റെ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കും. മാത്സ് ആണെങ്കിൽ മാത്സ് 60ലാണ് ഈ പുതിയ സിലബസ്. ഓൾഡ് സിലബസ് ആണെങ്കിൽ അത് 80ലായിരുന്നു മാത്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാത്സ് ആ ഒരു ഓൾഡ് സിലബസ് ആണെങ്കിൽ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ ഈ ഒരു 8 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 60 മാർക്കാണെങ്കിൽ ആ ഒരു 60 മാർക്കിൻ്റെ ഇതിൽ 6 മാർക്കിൻ്റെ വ്യത്യാസം വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ആ ടീച്ചേഴ്സ് ഇട്ട മാർക്കിൽ ആ ഒരു 6 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 80 മാർക്കിൻ്റേതായിരുന്നുവെങ്കിൽ ആ ഒരു 8 മാർക്കിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ ആ ഈ ഒരു വീണ്ടും, അതായത് മൂന്നാമതായിട്ട് ഒരു ടീച്ചർ വാല്യുവേഷൻ ചെയ്യും. ഈ ഒരു 10% എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 10% എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേപ്പർ, അതായത് വാല്യുവേഷൻ ചെയ്ത ടീച്ചർ, അതായത് നമുക്ക് എ എന്ന ഒരു ടീച്ചർ, അതുപോലെ തന്നെ ബി എന്ന ടീച്ചർ എന്ന് പറയാം. അതായത് ഇത് ഒന്നാമത്തെ ടീച്ചർ, ഇത് രണ്ടാമത്തെ ടീച്ചർ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഫിസിക്സ് ആണ് പേപ്പർ വാല്യുവേഷൻ ചെയ്തത്. ഫിസിക്സ് വാല്യുവേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഫിസിക്സിൽ ഒരു 20 മാർക്കാണ് ആദ്യത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്ത സമയത്ത് കിട്ടിയത്. ഇനി രണ്ടാമത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു 30 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്കറിയാം, ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 10 മാർക്കിൻ്റെ ഡിഫറൻറ്റ് കാണാൻ പറ്റും. 10 മാർക്കിൻ്റെ ഡിഫറൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ, അതായത് 10%-ൽ കൂടുതൽ ആ ഒരു മാർക്ക് ഉണ്ട്, അതായത് 10%-ൻ്റെ അധികം മാർക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, അതായത് ഒരു വിദ്യാർത്ഥിയുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്ത 2 ടീച്ചേഴ്സ് ഇട്ട മാർക്കിൽ ഈ ഒരു 10%-ൻ്റെ വ്യത്യാസം വരികയാണ് എങ്കിൽ ആ ഒരു മൂന്നാമതായിട്ട് നിങ്ങളുടെ പേപ്പർ അത് ആൻസർ ചെയ്ത്, അതായത് ഈ ഒരു വാല്യുവേഷൻ ചെയ്ത ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ വീണ്ടും മായ്ച്ച ശേഷം വീണ്ടും മൂന്നാമതായിട്ട് ഒരു ടീച്ചറിന് വാല്യുവേഷൻ ചെയ്യാനായിട്ട് കൊടുക്കും. അങ്ങനെ വാല്യുവേഷൻ ചെയ്ത് ആ ഒരു ടീച്ചർ നിങ്ങൾക്ക് എത്ര മാർക്കാണോ തരുന്നത്, ആ ഒരു ടീച്ചർ നിങ്ങൾക്കിപ്പോൾ ഒരു 22 മാർക്ക് അല്ലെങ്കിൽ എത്ര മാർക്കാണ് തരുന്നത്, ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ 31 മാർക്കാണെങ്കിൽ ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അതേസമയം ആദ്യത്തെ 2 ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്തതിൽ 10%-ൻ്റെ വ്യത്യാസമില്ല, അതായത് 6 മാർക്ക് കൂടുതലില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഇല്ല എങ്കിൽ, അതായത് ചിലപ്പോൾ ആദ്യത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്തപ്പോൾ 30 മാർക്ക് കിട്ടി, രണ്ടാമത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്തപ്പോൾ 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും, അതായത് ഇങ്ങനെയെങ്കിലും ഈ ഒരു രീതിയിൽ, അതായത് മൂന്നാമതായിട്ട് മറ്റൊരു ടീച്ചർ വാല്യുവേഷൻ ചെയ്യും. കാരണം 10%-ൻ്റെ വ്യത്യാസം, അതായത് ആ ഒരു മാർക്ക് കുറവ് വന്നിട്ടുണ്ട്. അതേസമയം ഈ ഒരു 10%-ൻ്റെ വ്യത്യാസമില്ല, അതായത് ആദ്യത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്തപ്പോൾ 20 മാർക്കാണ് കിട്ടിയത്, രണ്ടാമത്തെ ടീച്ചർ വാല്യുവേഷൻ ചെയ്തപ്പോൾ 21 മാർക്ക് അല്ലെങ്കിൽ 22, 23 മാർക്കൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ 6 മാർക്കിൻ്റെ ഒരു വ്യത്യാസം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് ടീച്ചറാണോ നൽകിയത് ആ ഒരു മാർക്കായിരിക്കും. ഇപ്പോൾ 20ഉം 21 ആണെങ്കിൽ അവിടെ 21 മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അതേസമയം 2 ടീച്ചേഴ്സ് വാല്യുവേഷൻ ചെയ്ത ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ മാർക്കിൽ നിങ്ങൾക്ക് 10% വ്യത്യാസം വരുന്ന സാഹചര്യത്തിൽ മാത്രമേ മൂന്നാമതായിട്ട് ഒരു ടീച്ചർ വാല്യുവേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ വാല്യുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന, അതായത് ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വാല്യുവേഷൻ ചെയ്യുന്നതിനാണ് ഡബിൾ വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യം ഒരു ടീച്ചർ വാല്യുവേഷൻ നിങ്ങളുടെ ഒരു ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മറ്റൊരു ടീച്ചർ കൂടി നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ചെയ്യും. അതിനുശേഷം ഈ ഒരു മാർക്കുകൾ തമ്മിൽ 10%-ൻ്റെ വ്യത്യാസം ഉണ്ടോ നോക്കും. വ്യത്യാസമില്ലെങ്കിൽ ഏത് ടീച്ചറാണ് കൂടുതലിട്ടത് ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് കിട്ടുക. അതുപോലെ തന്നെ 10%-ൻ്റെ മാർക്ക് വ്യത്യാസം ഈ ഒരു 2 ടീച്ചേഴ്സ് ഇട്ട മാർക്കിൽ ഉണ്ട് എങ്കിൽ ആ ഒരു മൂന്നാമതായിട്ട് മറ്റൊരു ടീച്ചർ വീണ്ടും നിങ്ങളുടെ
ആൻസർ ഷീറ്റ് വാല്യൂഷൻ ചെയ്യും. അങ്ങനെ വാല്യൂഷൻ ചെയ്തിട്ട് ആ ഒരു മൂന്നാമതായിട്ട് വാല്യൂഷൻ ചെയ്ത ടീച്ചർ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഇട്ട് തരുന്നത് അപ്പോൾ ആ ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതായത് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡബിൾ വാല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡബിൾ വാല്യൂഷൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം കീമിൻ്റെ, അതായത് കീം എന്ന് പറയുമ്പോൾ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാം ആണ്. അപ്പോൾ ഈ ഒരു കീമിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്കറിയാം ഫിസിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫാർമസി ആണെങ്കിൽ അതിൽ ഫിസിക്സ് നോക്കുന്നുണ്ട്, കെമിസ്ട്രി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് ഇതിൻ്റെ മാർക്ക് +2ൻ്റെ മാർക്കാണ് പരിഗണിക്കുന്നത്, +1ൻ്റെ മാർക്ക് പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു +1ൻ്റെ മാർക്ക് പരിഗണിക്കുന്നില്ല, +2ൻ്റെതാണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു +2ൻ്റെ ഈ ഒരു പരീക്ഷയിൽ മാത്രം ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ സബ്ജക്റ്റുകൾ ഡബിൾ വാല്യൂഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് പരിഗണിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡബിൾ വാല്യൂഷൻ ചെയ്യുന്നത്. ഇനി ഒരു വിദ്യാർത്ഥി +2ൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു +2ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് +2ൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ മെയ് മാസത്തിൽ നടക്കും. അപ്പോൾ നിങ്ങളുടെ +2 റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിന് ശേഷമാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളിപ്പോൾ +2 പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് +2 പരീക്ഷ എഴുതിയ ഏതൊരു വിദ്യാർത്ഥി ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു +2ൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. ഇനി ഇംപ്രൂവ്മെൻറ്റ് എഴുതിയ വിദ്യാർത്ഥികളും അതുപോലെ സേ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളും കീമിൻ്റെ പരീക്ഷ എഴുതിയതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ മുമ്പുള്ള ആ ഒരു മാർക്ക് നൽകിക്കൊണ്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്കുള്ള ആ ഒരു നടപടികൾ ചെയ്യാൻ സാധിക്കും. അതേസമയം സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ടാകും. സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവ ജയിച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ തോറ്റിട്ടുള്ളൂ, അല്ലെങ്കിൽ മലയാളമോ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജേ തോറ്റിട്ടുള്ളൂ. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് ഈ ഒരു കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ അതുപോലെ തന്നെ ഫാർമസിയുടെ ആ ഒരു എക്സാം റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അത് റാങ്ക് ലിസ്റ്റിലേക്ക് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതും അതുപോലെ തന്നെ അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഓപ്ഷൻ നൽകി ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്തിനുള്ളിലായിട്ട് +2ൻ്റെ സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ നിങ്ങൾ ഈ ഒരു +2ൻ്റെ ആ ഒരു റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ജയിക്കാനായിട്ട് ഒരു അവസരം നൽകുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നൽകുകയും ചെയ്യുന്നതായിരിക്കും. ഇത് ഓരോ കോളേജ് അനുസരിച്ചിട്ടാണ്, ആ ഒരു കോളേജിലെ പ്രിൻസിപ്പൽമാരെ അനുസരിച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. കാരണം ചില കോളേജ് ആ ഒരു രീതിയിൽ +2 ജയിച്ചിട്ടില്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കില്ല, എന്നാൽ ചില കോളേജ് ഈ ഒരു രീതിയിൽ +2ൻ്റെ ആ റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ ആ റിസൾട്ട് വരുന്നത് വരെ വിദ്യാർത്ഥികൾക്ക് അവസരവും നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 തോൽക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് ഈ പങ്കെടുക്കാനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്ക് മാത്രം മതിയാകും. പിന്നീട് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്യും മുമ്പായിട്ട് ജയിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കീമിൻ്റെ ഈ ഒരു സേ പരീക്ഷയിലും നിങ്ങൾക്ക് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിൽ ഏതെങ്കിലുമാണ് തോറ്റതെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ കീമിൻ്റെ വെബ്സൈറ്റിൽ, അതായത് മുൻ വർഷം, അതായത് കഴിഞ്ഞ വർഷം പിന്നീട് അതായത് ആ ഒരു സമയത്ത് മാർക്ക് എൻട്രി ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകുന്നതിനായിട്ട്, അതായത് സേവ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്ക് നൽകിയിട്ട് വീണ്ടും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വീണ്ടും ഈ ഒരു അവസരം, അതായത് ഈ ഒരു സേ പരീക്ഷയുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കീം പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ +2 തോറ്റിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു പരീക്ഷ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് വീണ്ടും റാങ്ക് ലിസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട്, അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിലേക്കായിട്ട് +2 മാർക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് CE ഓഫീസ് അവസരം നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഈ ഒരു കീമിൻ്റെ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ +2 തോറ്റ് കഴിഞ്ഞാൽ സേ പരീക്ഷ എഴുതാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് +2ൻ്റെ സേ പരീക്ഷ, അതായത് മെയ്യിലാണ് രജിസ്ട്രേഷൻ, അതുപോലെ മെയ്യിലാണ് രജിസ്ട്രേഷൻ, അതുപോലെ ജൂണിലാണ് പരീക്ഷ ഉണ്ടാവുക, ജൂലൈയിലാണ് റിസൾട്ട് വരിക. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഡബിൾ വാല്യൂഷൻ എന്താണ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ +2 തോറ്റ് കഴിഞ്ഞാലും കീമിൻ്റെ ആ ഒരു എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി പ്രവേശനത്തിനായിട്ട് അവസരം ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.